ഹലോ, കപ്പിൾ ഓൺ വീൽസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് കുറച്ച് ആളുകൾക്കൊക്കെ ഞണ്ടിനെ കട്ട് ചെയ്യാനൊന്നും അറിയത്തുണ്ടായിരിക്കില്ല. അപ്പം അത് എങ്ങനെയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. നമ്മൾ ഞണ്ടിനെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, നമ്മൾ കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞണ്ടിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലേ, നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഫോളോ, ഷെയർ, കമൻറ്റ് അല്ലേ, എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞണ്ടിനെ കട്ട് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോവാം. സോ നമ്മുടെ കടാകടിയന്മാരായ ഞണ്ടുകളാണിത്. ഈ ഞണ്ടുകളെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ട, ഇതിൻ്റെ കൈയൊക്കെ കണ്ട്, ഇത് ഭയങ്കര റിസ്ക് ആണ്. ഇത് കൈയൊക്കെ കെട്ടി വെച്ചേക്കുക. അതെ, കെട്ടി വെച്ചേക്കുക. ജീവനുള്ള ഞണ്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ കടിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ശരിയാണോ, പറയൂ. അപ്പോൾ നമുക്ക് ഞണ്ടിനെ കെട്ടി വെച്ചേക്കുന്നത്, എനിക്കും അറിയില്ലായിരുന്നു ഈ ഞണ്ടിനെ എന്തിനാണ് കെട്ടി വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ അവരാണ് പറഞ്ഞത് ഞണ്ടിനെ കെട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ കടിക്കും, ഭയങ്കര റിസ്ക് ആണ്, അതുകൊണ്ടാണ് കെട്ടി വെച്ചേക്കുന്നത്. സോ നമുക്ക് ഇനി പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഞണ്ട് കട്ട് ചെയ്യാൻ പോവാ. ഇതിപ്പോൾ കെട്ടി വെച്ചിരിക്കുന്ന ഞണ്ടല്ലേ, ആദ്യമേ നമ്മളിതിൻ്റെ കാലുകളെല്ലാം ഒടിച്ച് മാറ്റണം. ഇതിൻ്റെ ഈ ബോഡിയും മാറ്റണം. എന്നിട്ട് ഇതിനെ നല്ലോണം നമ്മൾ വാഷ് ചെയ്തെടുക്കും. എന്നിട്ട് ആദ്യം വാഷ് ചെയ്ത് നല്ലോണം വാഷ് ചെയ്ത് മാറ്റുക. എന്നിട്ട് പിന്നെ നമ്മളിതിന് ഫേർദർ കട്ട് ചെയ്യും. ഓക്കെ, അപ്പം കാല് ഒടിച്ചെടുത്തോളൂ പെട്ടെന്നോടെ. അയ്യോ, അതിൻ്റെ കാല് നമുക്ക് അതിന് അത് നമ്മൾ അല്ലേ, ഇത് ജീവനില്ലാത്ത ഞണ്ടായതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല വീട്ടിൽ വാങ്ങുമ്പോൾ നമ്മൾ ജീവനുള്ളതിനെ ആയിരിക്കും വാങ്ങുന്നത്. അതെല്ലാം ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അല്ലേ, ഇറ്റ് വിൽ ബി ഈസി അല്ലേ അവർക്ക്. ജീവനുള്ളത് മേടിച്ച് അപ്പോഴേ വെക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ വലിയ ഇഷ്ടമല്ല. ഇതിൻ്റെ നല്ല ഈ കടിക്കുന്ന കാലാണേ. ഇതിനെ കെട്ടി വെച്ചിരിക്കുക. ജീവനുള്ളതുകൊണ്ടായിരുന്നു കെട്ടി വെച്ചത്, ഇപ്പം ജീവനില്ല. കാണിച്ച് സാധനം ജീവനുള്ളയാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും കെട്ടഴിക്കരുത്. ജീവനുള്ളയാണെങ്കിൽ ഇങ്ങനെ കെട്ടഴിക്കരുത്. കാലെല്ലാം സെപ്പറേറ്റ് ചെയ്തു. ഇതിന്റെ ബോഡിയാണ് കണ്ടോ, നല്ല രസമല്ലേ കാണാൻ, നല്ല രസമുണ്ട്. ഓക്കെ, ഇതുപോലെ ഇതെല്ലാം നമ്മളിങ്ങനെ ഈ ഞണ്ടിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പം ഇത് നമ്മൾ 3 വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട. ഇനി ഒരു വെള്ളത്തിലും കൂടെ കഴുകിയതിന് ശേഷം നമുക്ക് വെട്ടാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് കഴുകി വെക്കുകയാണ്. സോ ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലേ. ഇനി ഇതിന് കഴുകേണ്ട ആവശ്യമില്ല. ഓക്കെ, കഴിഞ്ഞു 4 വെള്ളത്തിൽ ടോട്ടലായിട്ട് കഴുകണം. ഓക്കെ, അതെല്ലാവരും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വൃത്തിയാക്കി വയ്ക്കാം. അതായത് ഈ ഡേഞ്ചർ സംഭവമില്ലേ, ഈ കാലിൻ്റെ ഈ സംഭവം വെട്ടിക്കളയണം. പിന്നെ മുറിക്കില്ല. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതാണ് നമ്മൾ വെട്ടിക്കളയണം അല്ലേ, ഇത് സെപ്പറേറ്റ് ചെയ്ത് വെട്ടിക്കളയണം. ഇത് തിന്നാനുള്ള സാധനമല്ല, തിന്നണ്ട. ഓക്കെ, എന്നിട്ട് നമുക്ക് കറിയിൽ ഇടുമ്പോഴത്തേക്ക് നല്ലോണം കടിച്ച് പറിച്ച് തിന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ അത് ക്ലീൻ ചെയ്തു. പിന്നെ അതെ, ഈ കാലിൽ പ്രത്യേകിച്ചൊന്നും ക്ലീൻ ചെയ്യാനില്ല, ഇത് അത്രേ ഉള്ളൂ. ഇതും ഒന്നും ചെയ്യാൻ നോക്കാം. ഇതാണ് ഞണ്ടിൻ്റെ ബോഡി അല്ലേ, ഞണ്ടിൻ്റെ ബോഡി പാർട്ടാണ്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ
പടച്ചട്ട പോലെ. ഓക്കെ, ഈ പോർഷനിൽ ഈ പോർഷൻ ഇതിൻ്റെ ഈ ഭാഗം. ഓക്കെ, അതിന് ശേഷം ഈ വാട്ടർ ഒന്നും കളയാൻ പാടില്ല. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന സംഭവം ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വാഷ് ചെയ്ത് മാറ്റിയത്. കണ്ടോ ഈ സാധനം. ഇനി ഇവിടെ ഈ ഭാഗത്തൊരു വെട്ട് കൊടുക്കാം. നോക്കിക്കോ, എനിക്ക് പറ്റത്തില്ല. കണ്ടോ അതിൻ്റെ അകത്തിരിക്കുന്ന കണ്ടോ കണ്ടോ? ഓക്കെ, ഇതാണ് എൻ്റെ മാംസഭാഗം അല്ലേ? നിൽക്ക്. എന്നിട്ട് ഈ ഓറഞ്ച് കളറിലെ ഈ സാധനം കണ്ടോ, ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഒന്നാണ് അതും എടുക്കാം. കണ്ടോ? ഓക്കെ, ഇത് വേണ്ട. ഇനി എൻ്റെ ഗിൽസ്, ഈ സാധനം ഇത് വേണ്ടുന്നതാണോ? ഇത് വേണ്ടാത്ത അതും മാറ്റി. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഓക്കെ, അതും മാറ്റാം. കണ്ടോ? ഇനി ഇതിനെ രണ്ടായിട്ട് വെക്കല്ലേ? ഇറച്ചി വിട്ട് പണിക്കും പോയിക്കൂടെ? ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ഞണ്ടിനെ കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത്. നമ്മൾ ഒരു ഞണ്ടിനെ മാത്രമേ കട്ട് ചെയ്യുന്ന കാണിച്ചുള്ളൂ. അത് ജസ്റ്റ് ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കാണിച്ചതാണ്. സോ ഇനി ബാക്കി ഞണ്ടുകളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഇതിനെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ അതെ, അത് കഴിഞ്ഞ് നമ്മൾ റോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞണ്ടിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. അത് ഇവിടെ ഉണ്ട്, താഴെ ലിങ്ക് ഉണ്ടാവും. സോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞല്ലേ? സോ നമ്മളിപ്പം ഇനിയിപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലേ? നമ്മളിവിടെ ശരിക്കും റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ദയവ് ചെയ്ത് താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.